മോർണിംഗ് ഗൈസ്, വാട്സ്ആപ്പ് എല്ലാവർക്കും സുഖമില്ല ഗൈസ്. അപ്പൊ നമ്മൾ രാവിലെ തന്നെ എണീറ്റിട്ടുണ്ട്. അപ്പൊ നമ്മളിത് ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ചെയ്തോണ്ടിരിക്കുവാണ്. അപ്പൊ ഞാൻ കഴിഞ്ഞ വീഡിയോക്കകത്ത് പറഞ്ഞില്ലേ, നമ്മൾ MTL ഈ രണ്ട് പച്ച ആ ലൈൻസിൽ നിന്ന് നടുക്ക് വരുവാണെങ്കിൽ നമ്മൾ ട്രേഡ് എടുക്കണമെന്ന്. പക്ഷെ രാവിലെ തന്നെ നമ്മൾ എടുത്തിട്ടില്ല, അത് വന്നിട്ട് പോയായിരുന്നു. ജസ്റ്റ് നമ്മൾ ബയർ അല്ലേ എന്നേ. അപ്പൊ നമ്മൾ സെല്ലറിനെയാണ് ടാർഗറ്റ് ഇരിക്കണം. ആ സെല്ലേഴ്സിന്റെ ഷോപ്പ് ലോസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഈ ഒരു പിങ്ക് പോലത്തെ കളർ കിടക്കുന്നത്. അപ്പൊ ഗൈസ് ഇനി ഉണ്ടല്ലോ, ഇനി ഇവൻ നേരെ MTL റേഞ്ചിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ പൊട്ടിക്കാൻ പോവാം. നമ്മൾ നേരെ എടുത്തേക്കും ആ ട്രേഡ്. അതാണ് നമ്മുടെ പ്ലാന്. അപ്പൊ ഗൈസ് നമ്മുടെ MTL ലൈനിലോട്ട് ഇത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന് മുമ്പേ ഞാനൊരു ട്രേഡ് എടുത്തായിരുന്നു കേട്ടോ സറോദയില്. നിങ്ങൾക്ക് നോക്കുവാണെങ്കിൽ അറിയാം, കോൾ ഓപ്ഷൻ ആണ് ഞാൻ അടിച്ചിരിക്കുന്നത്. ഇപ്പൊ അത് ഇങ്ങനെയാണ് പ്രോഫിറ്റ് റൺ ആയിക്കൊണ്ടിരിക്കുന്നത്. ഇതെന്താന്ന് വെച്ചാൽ MTL ലൈനിലോട്ട് എത്രയായാലും മുമ്പേ ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി 30 ക്വാണ്ടിറ്റി മാത്രമേ എടുത്തുള്ളൂ. കറക്റ്റ് ഈ MTL ലൈൻ ഇവിടെ എത്തുമ്പോൾ ഇത്രയോടെ ഞാൻ ക്വാണ്ടിറ്റി കൂട്ടും. അതോ ഇവിടം വരെ വന്നില്ലേ കുഴപ്പമില്ല, അത് പൊക്കോട്ടെ. എന്നിട്ട് ഞാൻ ഇപ്പോൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. MTL ലൈൻ വന്നില്ലേ കുഴപ്പമില്ല, നമ്മൾ ക്വാണ്ടിറ്റി എടുക്കത്തില്ല. ഇല്ലെങ്കിൽ ഇത് വെച്ചിട്ട് തന്നെ അങ്ങോട്ട് നമ്മൾ മൂവ് ചെയ്യും. അപ്പോൾ സ്റ്റോപ്പ് ലോസും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട്, ടാർഗറ്റ് പഠിച്ചിട്ടുണ്ട്. അഥവാ സ്റ്റോപ്പ് ലോസ് അടിക്കുവാണെങ്കിൽ കുഴപ്പമില്ല, റിസ്ക് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്താണ് വെച്ചിരിക്കണം. അഥവാ റിവാർഡ് അടിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല, ഞാൻ ഹാപ്പിലി ഞാനത് അക്സെപ്റ്റ് ചെയ്യും. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം, നമുക്ക് നോക്കാം. ഓക്കെ ഗൈസ്, അപ്പം ഇങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ കറന്റ് നമ്മുടെ പ്രോഫിറ്റ് റൺ ആയിക്കൊണ്ടിരിക്കുന്നത്. The day is getting better. അപ്പൊ ഗൈസ് നമ്മുടെ ടൂളിന്റെ ആക്യുറസി ഒന്ന് നോക്കിക്കോണേ. രാവിലെ തന്നെ അത് MTL ലൈനിൽ വന്ന് വെച്ച് ഇതൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ദേ ഗ്രാഫ് പൊങ്ങുന്ന കണ്ട. പൊങ്ങി പോയിട്ട് വീണ്ടും കുറച്ച് കഴിഞ്ഞപ്പോൾ MTL ലൈൻസ് ഉണ്ട് കണ്ട. ഈ നീല ഈ പച്ചയുടെ നടുക്ക് വീണ്ടും വന്നു കഴിഞ്ഞിട്ട് വീണ്ടും ഇതേപോലെ തന്നെ പൊങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ് കണ്ട. ഞാൻ പറഞ്ഞില്ലേ, ഈ ടൂളിനകത്ത് കറക്റ്റ് ആയിട്ട് നമുക്ക് എൻട്രി കാണിക്കുക ഗൈസ്. അനാവശ്യമായിട്ട് നമ്മൾ എൻട്രി എടുക്കേണ്ട ഒരു ആവശ്യമില്ല. ഈ MTL ലൈൻസിന് നടുക്ക് വരുമ്പോൾ പൊക്കി വെച്ചാൽ മാത്രം മതി. നമ്മുടെ രാവിലത്തെ ട്രേഡിങ് കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് കിട്ടിയ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 4437 രൂപയാണ്. ഇത് കഴിഞ്ഞ് അങ്ങോട്ട് പോയാനാ. പക്ഷെ എന്റെ മെൻഡർ സ്ട്രിക്ട്ലി എന്നോട് പറഞ്ഞിട്ടുണ്ട്, രാവിലെ ഒരു 10:30 കഴിഞ്ഞിട്ടാണെങ്കിൽ നീ ഇപ്പൊ എന്തെങ്കിലും ഒരു ട്രേഡ് റണ്ണിങ് ആണെങ്കിൽ അത് ഹോൾഡ് ചെയ്യാനോ അല്ലെങ്കിൽ വീണ്ടും ഒരു ട്രേഡ് എടുക്കാനോ പോലു. 10:30 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു ടൈം എന്ന് പറഞ്ഞാൽ 1 മണി. കാരണം ഈ 10:30ക്ക് 1 മണിക്ക് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് സൈഡ് വേസ്. പിന്നെ അത് മാത്രമല്ല, ഇതാകുമ്പോ എന്തുവാ, രാവിലെ കറക്റ്റ് നമ്മുടെ ടൂള് നമുക്ക് ഒരു 9:15 9:30 ഇടക്ക് ഒരു എൻട്രി എന്തായാലും നമ്മുടെ ടൂള് കാണിച്ചു തരും. അവിടുന്ന് ഒരു എൻട്രി എടുത്തു കഴിഞ്ഞാൽ ഒരു 10:30ക്ക് മുമ്പ് അപ്പൊ അത്യാവശ്യം പ്രോഫിറ്റ് ആയിട്ട് നമ്മൾ നേരെ വീട്ടിൽ പോയേക്കണം, അല്ലെങ്കിൽ വേറെ പരിപാടി നോക്കി പോയേക്കണം. അല്ലാണ്ട് അതും വെച്ചുണ്ട് വൈകുന്നേരം വരെ ഇരിക്കുവാണെങ്കിൽ ഈ ഒരു പൊസിഷനിൽ കിടക്കുമ്പോഴേ നമ്മുടെ മൈൻഡ് സെറ്റ് കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്തില്ല. നമ്മൾ ഫുൾ ടൈം ഇതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. എന്തെങ്കിലും വർക്ക് ചെയ്താലും ഇടക്കൊന്ന് നോക്കിക്കൊണ്ടിരിക്കണം. ഇതാകുമ്പോൾ കുഴപ്പമില്ല. 10:30 ആകുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് കിട്ടി കഴിഞ്ഞ് നേരെ എക്സിറ്റ് അടിക്കുക. അത് കഴിഞ്ഞ് വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ അതിൽ നമ്മൾ എൻഗേജ് ആകുക. അങ്ങനെയാണ് ഞാനിപ്പോൾ ചെയ്യണത്. എന്റെ മെന്റർ സ്ട്രിക്ട്ലി എന്നോട് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഡിസിപ്ലിനാണ് കേസ് പഠിച്ചോണ്ടിരിക്കുക. അതുകൊണ്ട് ഇപ്പോഴേ ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനി 1 മണിയൊക്കെ കഴിഞ്ഞ് ഇനി ട്രേഡ് ഉണ്ടെങ്കിൽ നമുക്ക് എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. എന്തായാലും ടിൽ നൗ നമുക്ക് 4437 ആണ് പ്രോഫിറ്റ്. അപ്പൊ ബോയ്സ് ആൻഡ് ഗേൾസ്, എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളത്, ദാറ്റ് ഈസ് ഈ ഒരു ചാനലിൽ എന്റെ ട്രേഡിംഗ് ജേണിയാണ് ഞാൻ ഫുൾ അങ്ങോട്ട് കാണിക്കാൻ പോണത്. ദാറ്റ് ഈസ് ഫ്രം 0 to hero. കാരണം ഉറപ്പായിട്ട് ഒരു ദിവസം ഞാൻ 1 ട്രേഡറായി മാറും. ആ ഒരു സംഭവം എനിക്ക് ഇപ്പോഴും ഉണ്ട്. എന്തായാലും ഞാൻ ആകട്ടെ, അതെന്റെ കോൺഫിഡൻസ് ആണ്. പറഞ്ഞാലും ബ്രേക്ക് ചെയ്യാൻ സമ്മതിക്കത്തില്ല. ഞാൻ എന്നോട് തന്നെ പറഞ്ഞോണ്ട് ഞാൻ വലിയൊരു ട്രേഡറായി മാറുമെന്ന് ഇപ്പൊ. ഓക്കെ, അതുപോലെ തന്നെ ഗൈസ്, നമ്മൾ സെബിയുടെ ചങ്കായിരിക്കണം. ഒരിക്കലും സെബിക്കെതിരെ ഒന്നും നമ്മൾ പ്രവർത്തിക്കരുത്. സിമ്പിളായിട്ട് ഞാൻ ഇത്ര നിങ്ങളോട് പറയാനുള്ളൂ. ഇപ്പൊ എന്നോട് കോൾസ് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആരും ചോദിക്കില്ല, ഞാൻ പറഞ്ഞു തരത്തില്ല. കാരണം അതൊക്കെ സെബിക്ക് എതിരാണ്. കോൾസും ടിപ്സും കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞു തരത്തില്ല. അതുപോലെ തന്നെ പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ടൂൾ ഉണ്ടല്ലോ, അതിനെക്കുറിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യും. കാരണം ആ ടൂളിനകത്ത് തന്നെ എവിടെ നമുക്ക് വാങ്ങണം വയ്ക്കണം എന്നൊക്കെ ആ ടൂളാണ് കാണിക്കണം. കാരണം ആ ഒരു ഇൻഡിക്കേറ്റർ അങ്ങനത്തെയാണ്. ആ ഇൻഡിക്കേറ്റർ എവിടെ വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞാൽ ലോകത്തിൽ തന്നെ എല്ലാവരും യൂസ് ചെയ്യുന്ന ട്രേഡിംഗ് വ്യൂ ഉണ്ടല്ലോ എന്ന പ്ലാറ്റ്ഫോമിലാണ് ഈ ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യണത്. അപ്പൊ ആ ഇൻഡിക്കേറ്റർ എങ്ങനെ യൂസ് ചെയ്യണം എന്നൊക്കെ ഞാൻ കാണിച്ചു തരും. അതൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. അല്ലാണ്ട് ഞാൻ ഒന്നും പറഞ്ഞു തരത്തില്ല നിങ്ങൾക്ക്. അതുപോലെ തന്നെ ഗൈസ്, നിങ്ങളും ആരും സെബിക്കെതിരെ ഒന്നും പ്രവർത്തിക്കരുത്. ഉള്ള ടിപ്സും കോഴ്സും ഒന്നും ആർക്കും പറഞ്ഞു കൊടുക്കരുത്. പിന്നെ ഗൈസ്, ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ എന്റെ ടെലഗ്രാം ലിങ്ക് ഞാൻ താഴ്ത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ QR കോഡ് ഒക്കെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. നേരെ അങ്ങോട്ട് കയറിയോ. ടൂൾസിന്റെ കാര്യമൊക്കെ അതിനകത്ത് പറയുന്നതാണ്. അതുപോലെ തന്നെ എന്റെ ട്രേഡിംഗിന്റെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നതാണ്. പിന്നെ നാളെ ട്രേഡിംഗ് കാണുന്നതാണ് കേട്ടോ. ഇനി അങ്ങോട്ട് ട്രേഡ് ചെയ്യണോ എല്ലാ ദിവസവും ഞാൻ ഇവിടെ വന്ന് കാര്യങ്ങളൊക്കെ ഞാൻ തരും. ആദ്യം അപ്ഡേറ്റ് വരുന്ന ടെലഗ്രാം ചാനലായിരിക്കും കേട്ടോ. അപ്പൊ ഇപ്പൊ തന്നെ ഫോളോ ചെയ്തേക്ക്. ബൈ. അയ്യോ ഗൈസ്, പോവല്ലേ, ഒരു കാര്യം പറയാൻ മറന്നുപോയി. സബ്സ്ക്രൈബ്